പഞ്ചായത്തിലെ 24-ാം വാർഡിൽ നടന്ന കനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ. ശുചീകരണത്തിന്റെ ഭാഗമായി റോഡിലേക്ക് തള്ളിയ മണ്ണ് മഴയിൽ ഒലിച്ച് വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടാക്കിയെന്നും ഇതിനെ തുടർന്ന് പ്രദേശത്തെ കിണറുകൾ മലിനമാവുകയും കുടിവെള്ള പൈപ്പുകൾ തകരുകയും ചെയ്തുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വീടുകളിലേക്കുള്ള വഴി തടസ്സപ്പെട്ടതോടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ട തങ്ങൾക്കായി അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എടത്തല പഞ്ചായത്തിലെ 24-ാം വാർഡിൽ നടന്ന കനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾക്ക് ദുരിതം സമ്മാനിക്കുന്നുവെന്ന് പരാതി. കനാൽ ശുചീകരണത്തിന്റെ ഭാഗമായി തോട് കുഴിച്ചപ്പോൾ കരാറുകാർ അശാസ്ത്രീയമായി മണ്ണ് റോഡിലേക്ക് തള്ളിയതാണ് പ്രതിസന്ധികൾക്ക് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ കനാലിന് വേണ്ടിയിട്ട് ഈ വഴി തോട് കുഴിച്ചപ്പോൾ കോൺട്രാക്ടർമാര് നമ്മളോട് പറഞ്ഞിരുന്നത് ഉടനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് അവര് ധിക്കാരപരമായ പ്രവർത്തനം ചെയ്തു വെച്ചേക്കണം. വീടിന് മുമ്പ് മനുഷ്യന് നടക്കാൻ പറ്റാത്ത വിധത്തിലും വണ്ടികൾ കടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലും വളരെ മോശമായ പ്രവൃത്തി ചെയ്തു വെച്ചേക്കണം. ഇവിടെ നിന്ന് ധാരാളം മണ്ണുകൾ അവിടെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ കനാൽ കുഴിച്ചിട്ട് കോൺട്രാക്ടർമാർ ചെയ്തിരിക്കുന്നത് മുഴുവൻ ധിക്കാരമായ പ്രവൃത്തിയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി എനിക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണ് മഴയിൽ ഒലിച്ച് പലയിടത്തും വെള്ളക്കെട്ടിനും വഴിതടസ്സങ്ങൾക്കും കാരണമായിരിക്കുകയാണ്. കൂടാതെ കനാലിലെ മണ്ണ് വീടുകളിലെ കിണറുകളിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ 3 കിണറുകൾ ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നുവെന്നും ഇടിഞ്ഞു വീണ കനാലും തടസ്സപ്പെട്ട കുടിവെള്ള പൈപ്പുകളും മൂലം പ്രദേശവാസികൾക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നും ആക്ഷേപമുണ്ട്. കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞതോടെ ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതിനാൽ എത്രയും വേഗം അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനാലിൽ തോന്നുന്നതിന് മുമ്പ് ഇത് ശരിയാക്കി തരാം, ഈ ഡബിളിൽ തന്നെ ആക്കി തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് ചെയ്തത്. അത് ഞങ്ങൾ ചെയ്യുന്നതാണ് പറഞ്ഞാണ്. അപ്പൊ അവർ അത് ഇങ്ങനെ ശരിയാക്കി തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ലാസ്റ്റ് 10-60 മണ്ണും കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും പാടില്ല. ഞങ്ങൾ കിടപ്പുകാരി ഇവിടെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ. ഇവിടെ 2 വീട്ടുകാരുണ്ട്. 4 വീട്ടുകാർ 2 പേരുടെ കിടപ്പ് രോഗികളാണ്. ഇവര് ഒരു വീട്ടുകാരൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് 2 മാസത്തോളമായി ഇത് ഇങ്ങനെ കോൺട്രാക്ടർ വന്ന് ഇത് ചെയ്യുകയും ചെയ്യും, മണ്ണെടുക്കുകയും ചെയ്തതാണ്. അത് വാട്ടർ പൈപ്പ് ഒരു പുറത്താണ് അവരുടെ മതിലിടിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന് നിരന്തരമായിട്ട് കോൺട്രാക്ടർ പറയാൻ നടന്നിട്ടും പുള്ളി ധിക്കാരപരമായിട്ട് പെരുമാറിയാണ്. ഇതിന് പരിഹാരം ഉടനെ ഉണ്ടാക്കണം. ന്യൂസ് ബ്യൂറോ, ആലുവ. സ്കൂൾ ബാഗുകൾ, നോട്ട് ബുക്കുകൾ, സ്റ്റേഷനറികൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റങ്ങളും ഇനി മിതമായ നിരക്കിൽ സ്വന്തമാക്കാം. 1000 രൂപയ്ക്ക് മുകളിൽ സ്കൂൾ ഐറ്റങ്ങൾ വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു സൈക്കിൾ സമ്മാനം. PMSEB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്,